Well, ladies and gentlemen, boys and girls, welcome to the Spotlight. എനിക്ക് വേണ്ടപ്പെട്ട ആൾ കുറച്ച് കാലങ്ങളായിട്ട് മിസ്സിങ് ആണ്. ഇൻസ്റ്റാഗ്രാം എപ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി വരുന്ന ഒരു റീൽ ഇത് മമ്മൂക്കനെ കുറിച്ച് പറയുന്നൊരു സാധനം. നമ്മളിപ്പോൾ ഒരു 4-5 മാസമായിട്ട് മമ്മൂക്കനെ കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ എവിടെ സോഷ്യൽ മീഡിയയിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ബ്ലോ അപ്പ് ചെയ്യുന്നൊരു സാധനം. 5-6 മാസങ്ങളായിട്ട് ഒരു ഐഡിയ ഇല്ല, എവിടെയാണെന്നോ എന്താണെന്നോ ഒരു ഇതുമില്ല. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മമ്മൂക്കയെക്കുറിച്ചും മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കളങ്കാവലിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ക്ലോസ് സർക്കിളിലുള്ള, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോസ് സർക്കിളിലുള്ള ഒരാൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കളങ്കാവലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ജോസ് ചേട്ടനാണ്. ജിതിൻ ചേട്ടാ, എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഷോ. താങ്ക് യു. പിന്നെ ഈ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? മമ്മൂക്കയെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഥ നറേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് പറയാം. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയം തൊട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ മലയാളത്തിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെന്നും പറയുന്നില്ല, എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വപ്നമായിരിക്കും മമ്മൂക്കയുടെ ഒരു സിനിമയിലൂടെ തുടക്കം കുറിക്കാൻ പറ്റുക എന്നുള്ളത്. അതൊരു ഡ്രീം മൊമെന്റ് പോലെയാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. കാരണം അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുവന്ന ഒരുപാട് നവാഗത സംവിധായകർ ഇവിടെ ഫസ്റ്റ് പടം മമ്മൂക്കയുടെ കൂടെ. അതെ, അങ്ങനെ വന്ന് സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രം ഉണ്ട്. പക്ഷെ അങ്ങനെ അതൊരു സ്വപ്നത്തെക്കാൾ ഉപരി അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ള രീതിയിലോട്ട് അത് വന്നിട്ട്. കാരണം നമുക്ക് ഒന്നാമത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ എത്തിപ്പെടുന്ന സബ്ജക്റ്റ് ആരെ വെച്ചാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിപ്പം മമ്മൂക്കയിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതും എളുപ്പമുള്ളൊരു സംഗതിയല്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ പ്ലേയിലോട്ട് കടന്ന് എഴുത്തെല്ലാം പരിപാടികളും കഴിഞ്ഞു. അത് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് ചില റിയൽ ലൈഫും പരിചയത്തിലൊക്കെ ഉള്ള ചില കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചില കഥാപാത്ര നിർമ്മിതികളും ഒക്കെ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞപ്പം ഈ സംഗതി അദ്ദേഹത്തിലോട്ട് എത്തിയാൽ ചിലപ്പം അദ്ദേഹത്തിനും ഇഷ്ടപ്പെടാനും അദ്ദേഹം ഇതിനകത്ത് വന്നാൽ ഈ സിനിമയ്ക്ക് വളരെ ഗുണപരമായിട്ട് മാറ്റം ഉണ്ടാക്കാനും പറ്റുമെന്നൊക്കെ ഒരു തോന്നലും ആത്മവിശ്വാസമൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അദ്ദേഹത്തിന് ഈ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാവുമല്ലോ? അതെ. എന്താ സംസാരം ഒന്ന് പറയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ട്, അതേക്കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടാനായിട്ടൊരു. ഇപ്പോൾ എനിക്കിപ്പം നിലവിൽ ഉള്ള അപ്ഡേറ്റ്സിനെ പറ്റി പറയാനായിട്ടുള്ള എനിക്ക് പരിമിതികളുണ്ട്. കാരണം അത് വ്യക്തിപരമായിട്ടുള്ള സംഗതികളൊക്കെ ആണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ മുമ്പേ അദ്ദേഹത്തിനോടൊപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം മാമാങ്കം ഒരു സിനിമയിൽ സജീവ് പിള്ള എന്ന് പറയുന്ന ആളുടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്ത ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അങ്ങനെ പരിചയം പെട്ടിട്ടില്ല. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആദ്യമായിട്ട് പോയതും സ്ക്രീൻ പ്ലേ നരേറ്റ് ചെയ്യാനും മറ്റും ഒക്കെയാണ്. പിന്നെ പലതവണയായിട്ട് പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ സിനിമയ്ക്ക് പുറത്ത് ഉള്ള നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയും സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം എല്ലാത്തെ പറ്റിയും ധാരണ ഉള്ള ഒരു മനുഷ്യൻ. ഭയങ്കര അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ടെക്സാവേ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന ഇപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിലും കണ്ട് പറഞ്ഞു കേട്ടാണ് അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷനോ അദ്ദേഹത്തിന് ഒന്നും അല്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ പുതിയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ പടത്തിൻ്റെ കഥ എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൗതുകം ഉണ്ടല്ലോ കൂടുതലുള്ള മനുഷ്യനാണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടായാലും അല്ലാതെ ആണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതിനപ്പുറത്തോട്ടാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ള ഒരു മനുഷ്യനാണ്. ടെക്സാവി എന്നതിനോട് അപ്പുറത്തോട്ട് മറ്റുള്ള മേഖലകളെക്കുറിച്ചുമൊക്കെ അത് ഓരോ മനുഷ്യരും ഓരോ ട്രേഡ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനോടൊരു താല്പര്യവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു ത്വരയുമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെപ്പറ്റി ബോധവാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനനുസരിച്ചുള്ള അപ്ഡേഷനും മാറ്റങ്ങളും അദ്ദേഹം എന്ന വ്യക്തിയിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത്. വേറെ ആരോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, മറ്റേ പൃഥ്വിരാജ് മറ്റേങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിൻചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ടാണ്
കഥ നറേറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സംഭവം എങ്ങനെയാണ്? ഈ റൂൾസ് എന്ന് പറയുന്ന സാധനം എന്താണ്? അതിനെപ്പറ്റി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും പരിപാടികളും ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി അങ്ങനെ അറിയില്ല. സാധാരണ ഇത് അനുഭവമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം വേറെ കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്പെക്കുലേഷൻസ് ഉണ്ട് പടത്തിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പല റൂമേഴ്സായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജിതിൻ ചേട്ടന് കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകനോട്, പടം കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകനോട് എന്താണ് പറയാനുള്ളത്? എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഒരാൾ പടത്തിന് ടിക്കറ്റ് എടുക്കേണ്ടത്? ഇതിപ്പം ഈ പടത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങി. ഈ പടം ഇതുപോലെ മമ്മൂക്ക അതിനകത്ത് ഇന്നായി നമ്മൾ പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സമയം തൊട്ട് പടവുമായിട്ട് ബന്ധപ്പെട്ട് സത്യവും അർദ്ധസത്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയുന്ന പല കാര്യങ്ങളും സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് വേർതിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ചില നടന്മാരുടെ പേരിൽ ചിലർ സർക്കാസം പോലെ എഴുതിയിരുന്ന സംഗതികൾ മധ്യത്തിലുള്ള മാധ്യമങ്ങൾ പോലും റിയൽ സംഗതികളാണ് എന്നുള്ള രീതിയിൽ വാർത്തയായിട്ട് പോലും കൊടുക്കുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത 1-2 ആഴ്ചയിൽ അത് കണ്ടിട്ടുണ്ട്. അത്രയും ഭീകരമായ രീതിയിൽ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സിനിമയെയും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അൺഒഫീഷ്യലി വരുന്ന വാർത്തകൾക്കെല്ലാം അപ്പുറത്ത് നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടേതായ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനി വരികയും ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ലുക്ക് വന്നു, നമ്മുടെ ടൈറ്റിൽ റിവീൽ ചെയ്തു. അതിൻ്റേതായ ചില സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയുടെ ഒരു ബേസിക് സ്വഭാവത്തെ പറ്റിയും എന്ത് ടൈപ്പ് ഓഫ് സിനിമയായിരിക്കും എന്നൊക്കെ അതിലൂടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. തിയേറ്ററിൽ വന്ന സിനിമ കാണുമ്പോൾ ആ ഒരു അനുഭവത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് അത്തരം ഇൻഫർമേഷനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാം. മറ്റ് സ്പെക്കുലേഷൻസിനധികം ഡിപ്പെൻഡ് ചെയ്യാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പടത്തിനെ കുറിച്ച് രൂപരേഖ ചുരുക്കത്തിൽ പറയാൻ പറ്റുമോ? ചുരുക്കത്തിൽ ഇത് ഈ പറയുന്ന പോലെ ശരിക്കും നമ്മുടെ നാട്ടിൽ, നമ്മുടെ അടുത്ത നാടുകളിലൊക്കെ നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ ശരിക്കും നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് ഫിക്ഷനാണ്. ബേസിക്കലി ഇറ്റ്സ് എ ഫിക്ഷൻ. ഫോർ ദ സേക്ക് ഓഫ് ദറ്റ് സിനിമ മാത്രമേ ഈ ഇൻഫർമേഷൻസ് എടുത്തിട്ടുള്ളൂ. സിനിമാറ്റിക്കലി അതിനെ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ള കാര്യമേ ചെയ്തിട്ടുള്ളൂ. ഒരു റിയൽ ഇൻസിഡൻറ്റിനെയും ഫോളോ ചെയ്യുകയോ അതിൻ്റെ ആധികാരികമായിട്ടുള്ള അവതരണമോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. സിനിമാറ്റിക്കലി തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണുമ്പോഴത്തേനും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മുന്നിൽ കണ്ട് മാത്രമാണ് ഇത് പരിപാടികൾ ചെയ്തിരിക്കുന്നത്. അപ്പം ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിൻ്റെയൊക്കെ എലമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം അത്യാവശ്യം ഒരു രസമുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ജിജൻ്റെ ആദ്യത്തെ പടമാണെങ്കിൽ കുറുപ്പാണെന്നുണ്ടെങ്കിലും ഒരു ക്രൈം ഡ്രാമയുടെ, നേരത്തെ പറഞ്ഞാൽ ക്രൈം ഡ്രാമയുടെ അല്ലെങ്കിൽ ഈ ക്രൈം ത്രില്ലറിൻ്റെ ഒക്കെ ഒരു എലമെൻറ്റ്സ് ഉള്ള ഒരു സിനിമ. അതെ. ഇപ്പോൾ വരുമ്പോഴത്തേക്കും കളങ്കാവലായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ. പിന്നെ ഇതിന് രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ കേട്ടിട്ടുള്ള ഫ്യൂജിറ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് രണ്ടും. അപ്പോൾ ഈ ഒരു ഇതെങ്ങനെയാണ്, ഈ ഇവരോടുള്ള ഒരു അട്രാക്ഷൻ എങ്ങനെയാണ്? ഇതിപ്പം പിന്നെ കുറിപ്പ് ഇപ്പം ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിൻ്റെയും സ്വഭാവങ്ങളുണ്ട്. പക്ഷേ കുറിപ്പ് പോലെ ആയിരിക്കത്തില്ല, ഇത് വേറൊരു കൈൻഡ് ഓഫ് സിനിമയായിരിക്കും. ഈ പറയുന്ന സമാനതകളുണ്ടാവും, ശരിയാണ്. കുറിപ്പ് ഈ പറയുന്ന പോലെ റിയൽ ലൈഫിൽ എല്ലാവർക്കും ഒരു അർബൻ ലെജൻഡ് പോലെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏത് മനുഷ്യനെയോ അല്ലെങ്കിൽ ഏത് സംഭവത്തെയോ ബേസ് ചെയ്താണെന്ന് നമ്മൾ ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അതിൻ്റെ പുറത്ത് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് പിന്നെ ഈ പറയുന്ന കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസ് പ്രചോദനമായിട്ടുണ്ട്. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അങ്ങനെ പർപ്പസ്ഫുള്ളി ഈ പറയുന്ന നടന്ന സംഭവങ്ങളുടെ പുറകെ പോയി സിനിമ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് ചെയ്തതല്ല. നമ്മളിങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ ആലോചിക്കുമ്പോൾ ആലോചനയിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം എങ്ങനെ രൂപപ്പെടുന്നു, അതിൻ്റെ സോഴ്സ് മെറ്റീരിയൽസ് ആയിട്ട് ഇതൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അത് അങ്ങനെ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ട്രാക്കിൽ പോയതല്ല. മാറ്റി പിടിക്കണമെന്നുണ്ട് ഈ ജോണർ പരിപാടി. അങ്ങനെ ഇപ്പം ഒരു ജോണർ ചെയ്തു പിന്നെ വ്യത്യസ്തമായ ജോണറിലോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഒരു ജോണറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നോ അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി എനിക്ക് പേഴ്സണലി ഇല്ല. ഇപ്പം നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന നമുക്ക് കുറച്ചും കൂടെ താല്പര്യം ഉള്ള ജോണേഴ്സാണ് ക്രൈം റിലേറ്റഡ് സംഗതികളും. പക്ഷെ നമുക്കൊരു സിനിമാറ്റിക്കലി നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന
സബ്ജക്റ്റുകളിലോട്ടും സിനിമകളിലോട്ടും ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് നോക്കുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു പരിധിക്കപ്പുറം ജോണർ കോൺഷ്യസ് ആകുന്നില്ല. നമുക്കറിയാം പല പ്രമുഖ സംവിധായകരും എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് സ്റ്റൈല് ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അത് അല്ലാതെ പല ജോണേഴ്സിലോട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളുടെ പുറകെ പോവുക എന്നുള്ള ഒരു സാധനത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. മമ്മൂക്കയുടെ ഒരു സിനിമ എന്നുള്ളത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ മമ്മൂട്ടി വിനായകൻ കോംബോ ഉണ്ടല്ലോ, ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നടനാണ്. ഡെലിവർ ചെയ്യുന്നത് ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ളൊരു നടനാണ്. വിനായകൻ്റെ കേസിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു നടനാണ്, ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു നടനാണ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഈ സെറ്റിൽ വെച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളോ ഒക്കെ അതെങ്ങനെയായിരുന്നു? ഇവർ രണ്ടുപേരും രണ്ട് തരത്തിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് തോന്നുന്നു. അതായത് അഭിനയം എന്ന് പറയുന്ന പരിപാടിയിൽ. പക്ഷേ രണ്ടുപേരുടെ എനിക്കൊരു കണക്ഷൻ തോന്നിയിട്ടുള്ളത്, ഇപ്പം വിനായകൻ ചേട്ടൻ ഈ പറയുന്നത് പോലെ അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ട്രേറ്റാണ് ഇപ്പോൾ ഈ സിനിമയിൽ ചെയ്യുന്നത്. അതായിരുന്നു അതിനകത്ത് നമുക്ക് ഒരു ആകർഷണം തോന്നിയ ഒരു സാധനം ആ കാസ്റ്റിങ്ങിൽ. അപ്പോൾ അദ്ദേഹവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനോട് താല്പര്യത്തോടു കൂടി വന്നാണ് അദ്ദേഹവും ചെയ്തത്. അപ്പോൾ അദ്ദേഹവും ഈ പറയുന്നത് പോലെ കഥാപാത്രം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് ചർച്ച ചെയ്തിട്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് പരിപാടിയിലാണ് അതിൽ പെർഫോമൻസിലോട്ട് ലാൻഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു എവല്യൂഷനൊക്കെ ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു. മമ്മൂക്കയും ഇതുപോലെ തന്നെ കഥാപാത്രത്തെ പറ്റി എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു കാഴ്ചപ്പാടുമായിട്ട് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ അത് നമ്മളിപ്പോൾ നോർമലി സംഭവിക്കുന്നത്, നമ്മൾ രണ്ടുപേരുടെ അടുത്താണെങ്കിലും ഷൂട്ടിന് മുമ്പ് അവർ രണ്ടുപേരുടെ അടുത്തും പോവുകയും ഇപ്പം ഒരു സീൻ നമ്മൾ കൺസീവ് ചെയ്യുകയും അതിൻ്റെ സ്റ്റേജിങ് പരിപാടി എല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും, പിന്നെ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഷോർട്ട് ഡിവിഷൻ പരിപാടികളിൽ എന്താണ് പരിപാടികൾ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത വെച്ച് ഇതെങ്ങനെയാണ് അടുത്ത സീനുകളുമായിട്ട് കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പരിപാടികൾ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർക്കത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടേതായ രീതിയിലുള്ള സംശയങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും അവരും പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടാണ് നമ്മൾ ഷൂട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എവല്യൂഷൻ ഒരു രസകരമായ അനുഭവമായിരുന്നു രണ്ടുപേരുടെ അടുത്തും ഉണ്ടായത്. ഒരു മത്സരബുദ്ധി ഉണ്ടോ അഭിനയത്തിൻ്റെ? അങ്ങനെ തോന്നിയിട്ടില്ല. അവരുടേതായ പരിപാടി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നത്. അതിനപ്പുറത്തോട്ട് അങ്ങനെ ഒരു തോട്ടിലോട്ട് പോയി. എല്ലാവരും എക്സൈറ്റ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ മമ്മൂക്ക എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിരിക്കും. നമ്മളിപ്പോൾ പാലേരിമാണിക്കാണെങ്കിലും അല്ലെ വിധേയനിലെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു ബെഞ്ച് മാർക്ക് അദ്ദേഹം സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള, ഞങ്ങളിങ്ങനെ കൂട്ടുകാരൊക്കെ കൂടുമ്പോഴത്തേക്കും പറയുന്ന സാധനം, മമ്മൂക്കയോളം വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ വേറൊരാളില്ല. ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന വില്ലന്മാരാണെങ്കിലും മമ്മൂക്കയോളം ബെറ്റർ ആയിട്ടുള്ളൊരു വില്ലനില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇനി യൂസ് ചെയ്യാനുണ്ട്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് സ്പെസിഫിക്കലി നമ്മുടെ സിനിമയിൽ അദ്ദേഹം വില്ലനാണോ നായകനാണോ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്പെക്ട്രത്തിനകത്ത് എവിടെയെങ്കിലും കിടക്കുന്ന കഥാപാത്രമാണോ, അങ്ങനെ ഇടയിൽ കിടക്കുന്ന ഏതോ ഒരു കഥാപാത്രമാണ് അത്. ഇറ്റ്സ് ആൻ ഒബ്വിയസ് തിങ്. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മൾ ഒരു അഡ്മിഷൻ നടത്തിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ശരിയാണ്, കുറച്ച് സ്ഥിരം ചെയ്ത് വരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ഡയമെൻഷൻസിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണിത്. അത് അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് അവർക്കും ഒരു നടൻ എന്നുള്ള രീതിയിലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു രസം ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല സ്റ്റാർഡമുള്ള നടന്മാർ പോലും ടെംപ്ലേറ്റ്സിൻ്റെ പുറകെ പോകാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടിപ്പിടിച്ച് ചെയ്യുന്നതിലൊരു ഹരം എത്തുന്ന നടന്മാർ നമുക്കിവിടെ ഉണ്ട്. അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ സ്റ്റാർഡം നല്ല രീതിയിലുള്ള നടന്മാർ അത്യാവശ്യം നല്ല നടന്മാരും കൂടെയാണ്, നല്ല രീതിയിൽ പെർഫോമൻസും കൂടെയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതികൾ കിട്ടുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ ഞെട്ടിക്കുന്ന പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് പറഞ്ഞ തുടക്കത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ ഏത് ഷെയ്ഡിലുള്ള ആളാന്ന് നമുക്ക് തന്നെ സംശയം. കുറുപ്പ് അങ്ങനെ ഒരു സാധനമായിരുന്നു. കുറുപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുള്ളത്
സുകുമാരക്കുറുപ്പ് എന്നൊരാളെ കുറിച്ച് പറയാനായിട്ട്. പക്ഷെ നമ്മൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രാവൽ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒരു ഇയാൾ ചെയ്തതൊരു ഭയങ്കര ഒരു കുറ്റമാണ്, ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാം. പക്ഷെ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സിമ്പത്തൈസ് ചെയ്യുന്ന ഒരു കുറേ മൊമെൻറ്റ്സ് പടത്തിലുണ്ട്. അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? സമൂഹത്തിനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ആൾക്കാർക്കൊരു ഇതുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാളെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത ആ കുറിപ്പിറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചാനൽ ചർച്ചകളായിട്ടും അതായിട്ട് ഇതായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് അതിപ്പോൾ നമ്മളിപ്പം നമ്മളൊരു റിയലിസ്റ്റിക് ആംഗിളിൽ നോക്കിയാൽ, ഞാൻ ജനറലി പറയുന്നതാണ് സിനിമയെ പറ്റി, അതിനൊക്കെ അപ്പുറത്ത് ജനറലി പറയാം, ഗ്ലോറിഫിക്കേഷൻ്റെ ഒക്കെ അപ്പുറത്ത് പിന്നെ നമ്മൾ സിനിമയ്ക്ക് പുറത്ത് സിനിമ സൃഷ്ടിക്കുന്ന ചില സങ്കല്പങ്ങളും ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് കഥാപാത്ര നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അതിനപ്പുറത്ത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അതിൽ റിയൽ ലൈഫിൽ തന്നെ ഈ പറയുന്ന നെഗറ്റീവ് ഓറ ക്യാരി ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതിലാരും തന്നെ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ടുള്ള നായകന്മാരോ പെർഫെക്റ്റ്ലി ഡെവിളിഷ് ആയിട്ടുള്ള വില്ലന്മാരോ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള സ്പേസുകളിൽ അവരുടേതായിട്ടുള്ള ചില വ്യക്തികളുമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അവർ നല്ല കാര്യങ്ങൾ, നല്ല മീൻസ് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കാം, ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കാം. ഇതൊരു ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊന്നും നമുക്ക് ഒബ്ജക്റ്റീവ്ലി ഒരിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഈ സ്പെക്ട്രത്തിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന വ്യക്തികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളൊരു സിനിമാറ്റിക്കലി അവരെ കാണിക്കുമ്പോൾ ഇവരുടെ പല ഷെയ്ഡ്സിലൂടെ നമ്മൾ കടന്നു പോയെന്നിരിക്കാം. അതൊരു ജനറൽ ഗ്ലോറിഫിക്കേഷൻ അപ്പുറത്ത് അതൊരു കൈൻഡ് ഓഫ് റിയാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് സിമ്പത്തൈസ് ചെയ്യാൻ വേണമല്ലോ, എന്നാലേ നമുക്കൊരു സിനിമ കാണുന്ന ഒരു ആസ്വാദകന്റെ പെർസ്പെക്റ്റീവിൽ രസമുണ്ട്. അത് ഇപ്പോൾ ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിലും അയാളുടെ തിന്മ എന്തുകൊണ്ട് ആ ഒരു പ്രവൃത്തിയിലോട്ട് എത്തിച്ചേർന്നു എന്നുള്ള ഒരു ട്രാവൽ കാണിക്കുമ്പോൾ ഈ പറയുന്ന പല പരിപാടികളിലോട്ട് പോവേണ്ടിയിരിക്കും. അത് ഒരു ഫിലിം മേക്കറുടെ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം എന്നോ സ്റ്റൈലെന്നൊക്കെ പറയാം. പിന്നെ ഫൈറ്റ് കാര്യമായിട്ടുള്ള പടമാണ്. നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റ്സിലൊക്കെ പോസ്റ്ററിൽ മറ്റേ സിഗരറ്റ് പിടിച്ച് ആ ഒരു സാധനം ഫൈറ്റ് കൂടുതലുള്ള പടങ്ങളാണ്. പിന്നെ നമ്മൾ വിട്ട പോസ്റ്ററിൽ ആ പോസ്റ്റർ എന്ന് പറയുന്നത് സിനിമയ്ക്കകത്ത് സംഭവിക്കുന്ന ഒരു മൊമെൻ്റാണ്, ഒരു മൊമെൻറ്റിൻ്റെ ഒരു സ്റ്റില്ലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആ ചിത്രം തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിൻ്റെയൊക്കെ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ചില സംഗതികൾക്ക് സാധ്യതയുണ്ട്. അതിനപ്പുറത്തോട്ട് അതിൻ്റെ ഇൻ ഡീറ്റെയിലിങ് നമുക്ക് ഇപ്പം പറയാനായിട്ട് ഭയങ്കര സ്റ്റൈലിഷ്ഡ് ആയിരുന്നു. അപ്പോൾ ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്ന സ്വന്തമായിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സാധനം ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ. അതിപ്പോൾ കുറുപ്പ് ഭയങ്കര സ്റ്റൈലിഷ്ഡ് ആയിരുന്നു. അതിനകത്ത് കുറുപ്പ് ഇപ്പം ഞാൻ അതിനകത്തൊരു വൺ ഓഫ് ദി റൈറ്റേഴ്സ് മാത്രമാണ്. അപ്പം അതിന് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഡയറക്ടേഴ്സ് സിനിമയാണ്. അതും ഒരു സാധനമാണ്. ഈ നമ്മൾ എഴുതിയ ഒരു സാധനം മറ്റൊരാൾ ചെയ്യുന്നത് ഒരു വേറൊരു ഫീലും, സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വേറെ സംഭവമാണ്. അപ്പോൾ ആ ഒരു അത് അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് ആർട്ട് ഫോം പോലെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താണ് സിനിമ എന്ന് സന്തോഷമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പിക്ചർ കാണാനായിട്ട് പറ്റിയായിരുന്നു. ഏതാ കുറുപ്പ്? അല്ല, കുറുപ്പ് ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീനാഥേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ, ശ്രീനാഥരാജേന്ദ്രൻ. അപ്പം അത് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അത് ഇപ്പോൾ ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇതിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കഥാബീജത്തിൽ നിന്നാണ് ആ സിനിമ എക്സ്റ്റെൻഡായി അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അപ്പോൾ ഞാനങ്ങനെ ഫിലിം ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, അദ്ദേഹം എന്നെ അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉള്ള ഒരു സിനിമാറ്റിക് സങ്കല്പത്തിനെ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ റൈറ്റേഴ്സിന് ഒരു പരിധിക്കപ്പുറം പിന്നെ അങ്ങനെ ഇമാജിനേഷൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള സിനിമയോട് അടുത്താണോ അകന്നാണോ സിനിമ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി അത് ഡയറക്ടറുടെ ഒരു വിഷനായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് റൈറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഗതി. പിന്നെ ഡയറക്ഷനിലോട്ട് വരുവാണെങ്കിൽ അതിലാണ് അൾട്ടിമേറ്റ്ലി ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റസി ഒക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിനകത്താണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ രൂപപ്പെടുന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിലോട്ട് എത്തിക്കാനായിട്ട് ഈ പറയുന്ന റിസോഴ്സുകളും മീൻസ് ഞാൻ പറയുന്ന മനുഷ്യരാണെങ്കിലും എല്ലാ തരത്തിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ആ സിനിമാറ്റിക് സങ്കല്പത്തിലോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത്. അതാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു പരിപാടി എന്ന് തോന്നുന്നു. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മളൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പ്രതീക്ഷിക്കാമോ ഇതിനകത്തോ? ഇത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നതിനൊക്കെ കുറിപ്പിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. സുകുമാരക്കുറിപ്പിനെ നമുക്കറിയാവുന്ന ആൾ ഇതുപോലെ ചാക്കോ എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കൊലപാതകം ചെയ്തിട്ട് പൈസ തട്ടിയെടുക്കാൻ നോക്കി. പക്ഷേ ഭയങ്കര വലിയൊരു സ്കെയിലിൽ മൗണ്ട് ചെയ്തേക്കുന്ന വേറൊരു രീതിയിലാണ്. അതെ 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 അതൊരു പോഷൻ മാത്രമാക്കി വെച്ചിട്ട് പടം വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് അതൊരു സാധനം പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഇതും ഈ പറഞ്ഞ പോലെ അത് കുറച്ചും കൂടെ ഒരു പർട്ടിക്കുലർ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെയാണ് പിന്നെ ബേസ് ഇൻസ്പിറേഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പിറേഷൻസ് എടുത്തിട്ടുണ്ട്. കഥാപാത്ര നിർമ്മിതിയിലാണെങ്കിലും കഥാഗതിയിലൊക്കെ ആണെങ്കിൽ പോലും. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു സംഭവത്തിന് എടുത്തിട്ട് അതിനെ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പോലെ ആ ഒരു തോട്ടിനപ്പുറത്തോട്ട് നമുക്ക് കിട്ടിയ ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേഷൻ്റെ ഒരു ഹൈ ഉണ്ട്. അതിൻ്റെ പുറത്ത് ആ സാധനത്തിന് എൻഹാൻസ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഒരു സംഭവത്തിനെ ഫോളോ ചെയ്യാനോ അതിൻ്റെ സിനിമാറ്റിക് വേഷനിലോട്ട് രൂപപ്പെടുത്തി അവതരിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. നമുക്ക് മൈൻഡിൽ എക്സൈറ്റ്മെൻറ്റ് തോന്നി ആ സിനിമയ്ക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പല സംഭവങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളെ എടുത്തിട്ടുണ്ട്, കഥാഗതികളെയൊക്കെ എടുത്തിട്ട് ഒരു കംപ്ലീറ്റ്ലി ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇതിനകത്ത് ട്രൈ ചെയ്തിരിക്കുന്നത്. പേടിയുണ്ടായിരുന്നോ? ഏതാ വെച്ചാൽ എനിക്കിപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് പരിപാടി ആണെങ്കിലും തുടങ്ങിയൊരു മൂവ്മെന്റ് ഇത് സ്പീഡാകുന്ന ഒരു ഭയങ്കര പേടിയാണ്. ഇതെങ്ങനെ ആകും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ പുതിയ ഡയറക്ടറാണ്, ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. കിട്ടിയേക്കുന്നതെല്ലാം ഒന്നിനൊന്ന് മികച്ച കാസ്റ്റാണ്. മമ്മൂക്ക പുതിയൊരാൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലാത്ത ഒരാൾ, വിനായകൻ ചേട്ടനായിട്ട് അല്ലെങ്കിൽ രജീഷ വിജയൻ, ഞാൻ പറയുന്നത് ഓൺലൈൻ കിട്ടുന്ന രജീഷ വിജയനാവട്ടെ, ഇപ്പോൾ മീര ജാസ്മിൻ്റെ കാര്യം പറയേണ്ടത്, ഇവരെല്ലാവരും തന്നെ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ക്രൂവിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞെട്ടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡോ നമ്മുടെ രേഖാചിത്രം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മ്യൂസിക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹൈ ഉണ്ട്. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാസ്റ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ ഒഫീഷ്യലി റിവീൽ ചെയ്യാത്ത പറഞ്ഞ പേരുകളിൽ എല്ലാം ശരിയല്ല. കുറച്ചൊക്കെ സത്യവും കുറച്ചൊക്കെ അസത്യവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ സ്പെക്കുലേഷൻസ് വന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പം മമ്മൂക്കയെ പോലെ ഒരാളെ കൊണ്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിന് അപ്പുറത്തോട്ട് അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. നമ്മളെപ്പോലെ തന്നെ റിസ്ക് എടുക്കുന്ന ഒരു ആളാണ് അദ്ദേഹവും. അതായത് ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളെ പറ്റി എന്തായാലും ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അതിനെ അവർ ക്യാരി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആത്മവിശ്വാസത്തിന്. അതിപ്പം കറക്റ്റ് ആവണമെന്ന് അവർക്ക് ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഒരാളുടെ കേസിലും. അതങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. നമുക്ക് വിജയകഥകൾ പോലെ തന്നെ ഒരുപാട് പരാജയ കഥകളും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി തരുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇത് കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഈ ആങ്സൈറ്റി ഉണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് സിനിമ തുടക്കത്തിൽ പോയിരുന്നത്. പക്ഷേ ഈ മേക്കിംഗ് പ്രോസസ്സ് അങ്ങനെ ഭീകരമായ ടെൻഷൻ പരിപാടിയിലോട്ടൊന്നും പോയില്ല വിചാരിച്ചതുപോലെ. കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ പിന്നെ നമുക്ക് മ്യൂസിക്കൊക്കെ എനിക്ക് മറ്റേ കിഷ്കിന്ധാകാന്ഡം കണ്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, ഇത് ഡിസിഷൻ മേക്കിംഗ് ടൈമിൽ കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയപ്പം അതൊന്ന് കണ്ട് നോക്കിയിട്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് പ്രൊഡക്ഷനിൽ മുജീബിൻ്റെ പേര് പറഞ്ഞതും അവർ ഓക്കെ ആയിരുന്നു, അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വന്നില്ല. അങ്ങനെയാണ് മുജീബിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ ഈ പറയുന്ന ചാർട്ട് ചെയ്ത് പറയുന്ന സീൻസൊക്കെ പിന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു ആങ്സൈറ്റിയും പരിപാടിയൊക്കെ ഒന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരു ഫ്ലോയിലോട്ട് എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത പരിപാടികളും പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ അസോസിയേറ്റ് ആണെങ്കിൽ ബോസേട്ടനും പിന്നെ DOP ഉണ്ട് ഫൈസലേട്ടൻ, ഷാജി ഏട്ടനാണ് ആർട്ട് ചെയ്തത്. ഇവരൊക്കെ സെറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇവരൊക്കെ അത്യാവശ്യം അനുഭവ പരിചയം ഉള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്
നമുക്കങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളോ ടെൻഷനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൻ്റെ സ്പോട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ബസോ എന്ന് പറഞ്ഞാൽ. അപ്പം ബസുവും ഇതുപോലെ ആദ്യം 1-2 ദിവസം ഇരുന്ന് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന വിഷ്വൽസ് നമ്മൾ സോർട്ട് ചെയ്യുമല്ലോ. അന്നേരം നമ്മൾ കുറച്ച് നമുക്ക് മൈൻഡിലുണ്ടായുള്ള ഇപ്പം കട്ട് ചെയ്യുമ്പോൾ ഞാനും കൂടെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടും. നമ്മളും കൂടെ എൻ്റെ മൈൻഡിൽ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ആവശ്യമുള്ള റെഫറൻസ് മ്യൂസിക്കൊക്കെ കൊടുക്കുകയും പിന്നെ അവൻ തന്നെ ഇരുന്ന് ഒരുപാട് റെഫറൻസ് മ്യൂസിക് എല്ലാം അതിനനുസരിച്ച് കളക്ട് ചെയ്തിട്ട് ഒരു കട്ട് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റുമ്പോൾ സാറും അത്യാവശ്യം അതിനകത്ത് ഓക്കെ ആയിരുന്നു എന്ന് തോന്നി. ആദ്യം 1-2 ദിവസം കഴിഞ്ഞ് ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് സെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി, അങ്ങനെ ഒരു ഇതുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം ഈ സ്പോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ആങ്സൈറ്റി ടെൻഷനൊക്കെ അങ്ങ് പിന്നെ ഉണ്ടായില്ല. കാരണം അവരും നമുക്ക് തന്നെ മനസ്സിലാവില്ല അവർക്ക് ഒരു ടെൻഷനുണ്ടോ ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അവർ ഹാപ്പിയാണ് എന്നുള്ള സാധനം, ആ ഒരു വൈബ് നമുക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. പിന്നെ അതൊരു വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി പരിപാടി. ഈ കുറുപ്പിന് മുന്നേ കൺസീവ് ചെയ്ത പടമാണ് ഏതാ? കളങ്കാവലിന് പറഞ്ഞിട്ടുണ്ട്. കുറുപ്പിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കുറുപ്പിന്, അതായത് ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ കുറുപ്പ്, അതായത് ഞാൻ കുറുപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പം അതിന് തൊട്ടും ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അതിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് എഴുത്തിലോട്ടൊക്കെ നടക്കുന്നത്. പക്ഷെ കുറിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് മീൻസ് ഏതാണ്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒന്ന് ഐഡിയ പിച്ച് ചെയ്യാൻ ഏതാണ്ട് ഒരു ഗ്രീൻ സിഗ്നൽ അവിടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. അത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ്ലി അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഒരുപാട് ജോലികൾ കാണും. സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ആണ്. ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ ക്ലാപ്പ് ചെയ്യുന്ന ആൾക്കാർ കാണും. ചേട്ടൻ്റെ എന്തെങ്കിലും കോസ്റ്റ്യൂമോ ക്ലാപ്പോ? ഞാൻ ക്ലാപ്പ് ഇപ്പോൾ ഞാൻ 2-3 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോസ്റ്റ്യൂം ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിൽ തന്നെ പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. മീൻസ് ആർട്ടും അതുപോലെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും അങ്ങനെ പലതിലും ചെറുതായിട്ട് കുറച്ച് കാലം വെച്ച് ഇത് എല്ലാം ഒന്ന് കൈവച്ചിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ഒരു സിനിമ ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. അല്ലാതെയും നമുക്ക് സിനിമ ചെയ്യാവുന്നതാണ്. നമ്മുടെ മൈൻഡിലുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണല്ലോ പരിപാടി. പക്ഷേ അസിസ്റ്റ് ചെയ്താൽ അതിൻ്റേതായ കുറച്ച് ഗുണങ്ങൾ കിട്ടും. അഡീഷണലി കുറച്ച് എന്തായാലും ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നല്ലേ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നല്ലേ എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന സംഗതികളുണ്ട്. അതില്ലെങ്കിലും സിനിമ സംഭവിക്കാം, സിനിമ ചെയ്യാൻ പറ്റും, ഇല്ലെന്നല്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ആയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ഉള്ള ഒരു പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് അത്യാവശ്യം നല്ല പരിപാടികൾ ഉള്ളൊരു പരിപാടിയാണ്. അപ്പം അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്ന്. പിന്നെ ദുൽഖർ സൽമാൻ്റെ കൂടെയാണ് ആദ്യത്തെ പടം, രണ്ടാമത് വരുന്നതും മമ്മൂക്കയുടെ കൂടെയാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു ഫാദർ സൺ ഡ്യൂ ഉണ്ടല്ലോ, ഇവരെ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് മമ്മൂക്കയുടെ തന്നെ ഒരു യങ്ങർ സെൽഫാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെയായിരുന്നു, ഈ ഒരു വ്യത്യാസം എന്നായിരുന്നു ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസിൽ? രണ്ടുപേരും നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ അതിനകത്ത് ദുൽഖർ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലാണ് പരിപാടികൾ ചെയ്യുന്നതും. അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നടനാണ്. മമ്മൂക്കയാണെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ, ഒരുപാട് ദശാബ്ദങ്ങളായിട്ട് ഇവിടെ ഒരു വളരെ മികച്ച നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും സ്റ്റാർഡമുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന ഒരാളാണ്, സ്വയം പുതുക്കിപ്പെട്ട്. പിന്നെ അതിനകത്ത് വേറൊരു സംഗതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ ഒരു എഴുത്തുകാരനും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ മാത്രമായിരുന്നു. ഇതിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലാകുമ്പോൾ കുറേ കൂടെ അതിനകത്ത് ഇൻവോൾവ്മെൻറ്റും ഉത്തരവാദിത്തങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക അടുത്താണ് നമ്മൾ കുറച്ചും കൂടെ ആ രീതിയിൽ ഇൻവോൾവ് ആയതും അങ്ങനെയൊക്കെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എനിക്ക് താരതമ്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. കാരണം 2 സിനിമയിലും 2 രീതിയിലായിരുന്നു ഇൻവോൾവ് ആയിരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ രണ്ടുപേരും അവരുടേതായ രീതിയിൽ എനിക്ക് പേഴ്സണലി നല്ല അനുഭവങ്ങളായിരുന്നു ഇത് രണ്ടും.